എറണാകുളത്തെ സെന്റ് മേരീസ് ബസിലിക്ക സമരം വലിയ വിജയം തന്നെയാണ്. പക്ഷേ വിശ്വാസികളെ വലിച്ചിഴച്ച് ആ പ്രാർത്ഥനാ സമരം അവിടേക്ക് മാത്രം ഒതുക്കുന്നതിൽ ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനി ഒരു പരിധിവരെയെങ്കിലും വിജയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ തന്ത്രമായിരുന്നു. മറ്റനേകം പള്ളികൾ അതിരൂപതയ്ക്ക് കീഴിലുണ്ടെങ്കിലും ഈ കുർബാന വിഷയം അവിടെയൊന്നും ഒരു കുഴപ്പമില്ല എന്നൊരു സന്ദേശമാണ് പാംപ്ലാനി ഇപ്പോൾ സിനഡിന് തയ്യാറാക്കി ഒരുക്കി വെച്ചിരിക്കുന്നത്. വിമതർ പിളർന്നു പോകും എന്നൊക്കെ പറയുന്നത് ഒരടിസ്ഥാനവുമില്ല. അത് അവരുടെ നിലനിൽപ്പിണ്ടി പറയുന്ന പിളർന്നുപോയി ലയിക്കൽ സിദ്ധാന്തമാണ്. അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. പിളർന്നു പോയാലും ഒരു സഭയും അവരെ കൂടെ കൂട്ടാനും പോകുന്നില്ല, അവർ സ്വീകരിക്കില്ല. കാരണം വിമതർ അവിടെ ചെന്നാലും അവർ കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്ന് എല്ലാ സഭകൾക്കും മനസ്സിലായി. അത് ഏത് മനുഷ്യന്റെ കാര്യമായാലും അങ്ങനെയാണ്. ഒരിടത്ത് പ്രോബ്ലം മേക്കർ ആണെങ്കിൽ മറ്റൊരിടത്ത് അവർ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ അതേ കൂട്ടമായിരിക്കും. അതായത് അജപാലന പ്രതിസന്ധി എന്നത് ഒരു ഉടായ്പ മാത്രമാണ്, ഒരു പ്രതിസന്ധി അല്ലത്. നിങ്ങൾ ഈ കുർബാന അർപ്പിക്കുന്ന അടിച്ചേൽപ്പിക്കുന്നതാണ് പ്രതിസന്ധി. മാർപ്പാപ്പ പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലെന്ന അവസ്ഥ. അറിയിക്കേണ്ട സിനഡ് മേജറിന്റെയും മൈനർ പംപ്ലാനിയുടെയും ചട്ടക്കമായി മാറി. പൗരസ്ത്യ കാര്യങ്ങളും കൃത്യമായി മാർപ്പാപ്പയെ ഒരു കാര്യവും ധരിപ്പിച്ചിട്ടില്ല. രാജഭരണത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. തിരുമനസിന് മുഖം കാണിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുന്നവർ കിട്ടും നീതി സമ്മാനം പാരിതോഷികം. തിരുമനസ് അറിയാ കഥകളായി അങ്ങനെ കിടക്കും. പരിശുദ്ധ സിംഹാസനത്തെ ഈ തിരുമുഖങ്ങൾ കാണിക്കാൻ പോയ റാഫേൽ പിതാവും പാംപ്ലാനി പിതാവും തിരികെ വന്നിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്, എന്തെങ്ങോട്ട് മൊഴിഞ്ഞു, എന്തിങ്ങോട്ട് കിട്ടി എന്ന് പറയും. അത് പറഞ്ഞാൽ ചീട്ടുകൊട്ടാരം പോലെ വിശ്വാസവും തകരും. വിശ്വാസ തിരുസംഘവും ആ വിഷയം സഭയുടെ പ്രിൻസിപ്പിൾസ് പ്രകാരം കൈകാര്യം ചെയ്യുന്നില്ല. ഇത് സഭയ്ക്ക് പറ്റുന്നൊരു വ്യതിചലനം തന്നെയാണ്. വൈദികരുടെ ഈ അപചയം പോലും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം മെത്രാന്മാർ വിമതരുടെ ചട്ടകമായി കോണകമൊടുപ്പുകാരായി മാറിയിരിക്കുന്നു. അടിമകൾ എന്ന് വേണമെങ്കിൽ പറയാം. സമവായം വർഷങ്ങൾ നീളുമെന്ന് പാംപ്ലാനി സ്വയം ഒന്ന് പ്രഖ്യാപിച്ചു. അടുത്തിടെ ചില അഭിമുഖങ്ങളിൽ പാംപ്ലാനിയുടെ വീരവാദം അതായിരുന്നു. പിളർപ്പെന്ന ഭീഷണിയല്ലാതെ ഒന്നിനും തങ്ങൾ വഴങ്ങില്ലെന്ന് സിനഡ് സമരം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് ഒരു സന്ദേശം നൽകി കഴിഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ പിളർന്നോളൂ, ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. വിശ്വാസികൾക്ക് വേണ്ടത് പിളർപ്പല്ല, അവിടെ കുർബാനയാണ്. ഇനി വിശ്വാസികൾക്ക് വേണ്ടത് ഒരു ചർച്ച്, ഒരു കുർബാന, അത് മാത്രമേ ഉള്ളൂ. അത് ഏകീകൃത കുർബാന തന്നെയാകണം. അതിന് സഭ ഒന്നടങ്കം ഒപ്പം നിൽക്കണം. വിശ്വാസികൾ ഒറ്റക്കെട്ടാകണം. ഇത് സെന്റ് മേരീസ് ബസേലിക്കയിലെ അതിരൂപതയിലെ വിശ്വാസികളുടെ മാത്രം പ്രശ്നമാണെന്ന് കരുതരുത്. എറണാകുളം അതിരൂപതയിലെ ഈ അവസ്ഥ ഭാവിയിൽ മറ്റു രൂപതകളിലേക്കും വ്യാപിക്കാം, വിമതർ വ്യാപിപ്പിക്കും. അതിനിടവരുത്. അതിനായി വിശ്വാസികളോടായി പറയേണ്ടത്, വിശ്വാസികൾക്ക് വേണ്ടത് ഒരു ഏകീകൃത കുർബാന എന്ന് ആവശ്യപ്പെടുന്നത് തുടരണമെന്നാണ്. അതാണ് കാലത്തിന്റെ ആവശ്യം.